എല്ലാരും ഇറങ്ങിയോ? വാഗമൺ എത്തി വെച്ചാ ഇവിടെയാണ് ടൂർ വന്നത്. അയ്യോ, സ്ഥലമൊന്നും എത്തിയിട്ടില്ല. കുറെ നേരമില്ലേ കാറിലിരിക്കുന്നു. ഞാനൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ഇറങ്ങാൻ പറഞ്ഞതാ. ഇനി നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാം. നമ്മൾ അവിടെ ചെല്ലുമ്പോ രാത്രി ആകൂലേ? ഒരുപാട് രാത്രിയൊന്നും അല്ല, എന്നാലും സന്ധ്യ കഴിയും. എന്നാൽ ഇത് വല്ലാത്ത സർപ്രൈസ് ആയി പോയച്ചാ. അത് തന്നെ, പെട്ടെന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ട് വേഗം കാറിൽ കയറി ട്രിപ്പ് പോകാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അച്ഛൻ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയാ ഞാനും പറയാതിരുന്നത്. എല്ലാ കാര്യവും ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അച്ഛപ്പ എന്താ വരാനേ? ഒരുപാട് തണുപ്പുള്ള സ്ഥലം, അച്ഛമ്മക്ക് ശ്വാസം മുട്ടില്ലേ, അതാ കൊണ്ടുവരാനേ. ഇന്ന് രാത്രി നമ്മൾ എവിടെ അച്ഛാ സ്റ്റേ ചെയ്യുന്നേ? ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് വാഗമണിലെ പർപ്പിൾ വില്ലയിലാ. പർപ്പിൾ വില്ല. പർപ്പിൾ വില്ലയോ? ഹായ്, കേട്ടിട്ട് തന്നെ നല്ല അടിപൊളി പേര്. അച്ഛൻ ഫോണിൽ നോക്കി ബുക്ക് ചെയ്തതാ. നല്ല പർപ്പിൾ പോലത്തെ കൊട്ടാരം പോലുള്ളവിടെയാ നമ്മളിന്ന് താമസിക്കുന്നേ. അച്ഛാ, നമ്മൾ ഇത്ര ദിവസം താമസിക്കും? ഇന്ന് എന്തായാലും അവിടെ സ്റ്റേ ചെയ്യാം. നാളെ രാവിലെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോകണ്ടേ. കണ്ടു കഴിഞ്ഞില്ലെങ്കിൽ നാളെയും താമസിക്കാം. ഒരു 2-3 ദിവസം ഉണ്ടാവും നമ്മുടെ ട്രിപ്പ്. കുണുക്ക ഇങ്ങോട്ട് നോക്കിയേ. ഫോട്ടോ എടുക്കാൻ പോകും. എല്ലാരും ചിരിച്ചോട്ടോ, ഒന്ന് ചിരിച്ചേ. കുണിക്കുമ്പോൾ ഒന്ന് ചിരിക്കേ. വെറുതെ ചിരിച്ച് പിടിച്ചാൽ മതി. ഒച്ച എന്തായാലും ഫോട്ടോയിൽ കിട്ടില്ല. കിട്ടിയോ അച്ഛാ? കിട്ടി. നല്ല അടിപൊളിയായി നിന്നു എല്ലാരും. ഇവിടെ വേറെ ആരും കാണാനില്ലല്ലോ. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫാമിലി ഫോട്ടോ എടുപ്പിക്കായിരുന്നു. അതൊക്കെ നമുക്ക് പർപ്പിൾ വില്ലേജ് ചെന്നിട്ട് എടുക്കാം. അവിടെ ആരെങ്കിലും കാണാതിരിക്കില്ലല്ലോ. എന്തായാലും ഇവിടെ നടന്ന് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് കിടക്കാൻ വേണ്ടി പോയാൽ മതി പർപ്പിൾ വില്ലയില്. അച്ഛാ, അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ? എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കുടിക്കുന്ന വെള്ളത്തിറക്കും അച്ഛ, എനിക്ക് ഉറങ്ങണം. എല്ലാരെയും ഇന്ന് വെള്ളത്തിലിറക്കാം. എന്തായാലും നമുക്ക് സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞ് പർപ്പിൾ വില്ലയിലോട്ട് പോകാം. വാ. ഇതാണ് അച്ഛൻ പറഞ്ഞ പർപ്പിൾ വില്ല. അയ്യോ, ഇതെന്താ അച്ഛാ ഇങ്ങനെ ഇരിക്കുന്നേ? പർപ്പിൾ വില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി നല്ല അടിപൊളിയായിരിക്കും. ഇതൊരുമാതിരി പ്രേതാലയം പോലെ ഉണ്ടല്ലോ. കോക്കാച്ചുണ്ടോ? കണ്ടോ, നിങ്ങൾ ഓരോന്നേ പറഞ്ഞിട്ട് കുട്ടികൾ ചോദിക്കുന്ന കണ്ടോ? ഒന്നും മിണ്ടാതിരുന്ന ഒരു പ്രേതാലയം. ഇങ്ങനെയായി വീട്. രാത്രി ആയതുകൊണ്ട് എങ്ങനെ ഇരിക്കണേ? എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ. മക്കളെ, എന്നാ പിന്നെ വല്ല വൈറ്റ് കളറിലെ ബിൽഡിംഗ് എടുത്തേനെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ എന്ന് എഴുതിയ പർപ്പിൾ എടുത്തേ. കണ്ടിട്ട് എന്നെ പേടിയാവുന്നു. അതൊക്കെ അകത്ത് കയറുമ്പോ മാറിക്കോളും. എവിടെ ആ സാബുനെ കാണുന്നില്ലല്ലോ. ഞാൻ ബുക്ക് ചെയ്തപ്പോ സാബു എന്ന് പറഞ്ഞ ഒരാളെയാ വിളിച്ചത്. അയാൾ ഇവിടെ എല്ലാ സഹായത്തിനും ഉണ്ടാകുന്ന പറഞ്ഞേ. കുട്ടികളെ, നിങ്ങൾ പേടിക്കണ്ട. എന്റെ പേര് സാബു. ഞാൻ നിങ്ങളുടെ സഹായത്തിന് വന്നതാ. ഹായ് സാബു, ഞാൻ മാധവൻ. ഞാനാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്തത്. അല്ല, എന്ത് പറ്റി സാബുന്റെ മുഖത്തൊക്കെ? ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായിരുന്നു. മുഖത്തൊക്കെ പരിക്ക് പറ്റി. അതാ ഇങ്ങനെ പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചിരിക്കണേ. നിങ്ങളത് കാര്യമൊക്കെ ഉണ്ട്. നിങ്ങൾ വരാൻ ഒത്തിരി വൈകിയല്ലോ. അകത്തേക്ക് വരൂ സാർ. അയ്യോ, കുണിക്ക് ഉറങ്ങിയല്ലോ. യാത്രാക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു. അകത്തേക്ക് വരൂ മാം. കൊച്ചിനെ കിടത്താലോ, വരൂ. റൂമൊക്കെ കാണാൻ കൊള്ളാം. എന്തായാലും കുണിക്കേനെ ഇവിടെ കിടത്താം. കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ. പൊന്നു ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടോ. അമ്മ ഇപ്പൊ വരാം. കുണിക്കിനെ കിടത്തിയോ? അവള് നല്ല ഉറക്ക. അയ്യോ, കുണുക്കൻ എന്ത് പറ്റി? ഇത്രയും നേരം നല്ല കളിയായിരുന്നല്ലോ. നീ അങ്ങോട്ട് പോയപ്പോ പെട്ടെന്ന് അവന് ബോറടിച്ചു എന്നാ തോന്നണേ. ആകെ ഒരു വിഷമം. കുണുക്കനെയും കൂടി ഞാൻ കിടത്തി ഉറക്കട്ടെ. എനിക്ക് ഉറങ്ങണ്ട. യാത്ര ചെയ്തതിന്റെ മേലുവേദനയാന്ന് തോന്നുന്നു. നമുക്ക് ഇവനായിട്ട് ആ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാം. എന്നാലും ഇവന്റെ മൂഡ് മാറ്റാൻ പറ്റൂ. മക്കളെ, എങ്ങനെയുണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീട്? പുറമേന്ന് കാണാനായിരുന്നു പേടി. അകത്ത് കയറിയപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. പർപ്പിൾ വില്ല എന്തായാലും കൊള്ളാം. എന്നാ നിങ്ങൾ ഇവിടെ ഇരിക്കെ. അകത്തുനിന്ന് കുണുക്കി എങ്ങനെ കരയുവാണെങ്കിൽ പോയി നോക്കണേ. ഞങ്ങൾ കുണുക്കനെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. മുറ്റത്തൂടെയൊക്കെ ഒന്ന് നടന്നിട്ട് ഇപ്പൊ വരാം. കുണുക്കിയുടെ ഒച്ച കേട്ടാ ഞങ്ങൾ ചെന്നോളാം. അമ്മ പോയിക്കോ. എന്നാ ഇങ്ങ് വാ കുണുക്ക. അച്ഛൻ ഫോണും കൊണ്ട് പോയല്ലോ ചേച്ചി. ആ ഫോൺ ഒന്ന് കിട്ടിയെങ്കിൽ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടായിരുന്നു നമ്മൾ പർപ്പിൾ വില്ലയിൽ വന്നതൊക്കെ. എടി, അത് നാളെ രാവിലെ ഇടാം. എന്റെ ആണെങ്കിൽ ഒരു നല്ല പിക്ക് പോലും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തെ. അയ്യോ, നിങ്ങൾ എന്തിനാ കുട്ടികളെ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ നിങ്ങളെ സഹായിക്കാൻ നടക്കുമല്ലേ. അങ്കിൾ എന്താ മിണ്ടാത്തേക്ക് പെട്ടെന്ന് വരുന്നേ? ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന് അറിയാൻ വേണ്ടി വന്നതാ. വേണ്ട, ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ഈ വില്ലയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. ഇവിടുത്തെ ഗസ്റ്റിനെ ഒന്നും കൊടുത്തില്ലെങ്കിൽ മുതലാളി എന്നെ വഴക്ക് പറയും. ഞാൻ എന്തായാലും എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവരാം. ഇയാളുടെ മുഖം താടി ഇങ്ങനെ ശരിക്കും പ്രേതത്തിന് പോലെയുണ്ട്. എനിക്ക് പേടിയാകുക. ഇന്ന മക്കളെ, 2 ഗ്ലാസ് മുന്തിരി ജ്യൂസാ. അയ്യോ, എന്റെ പൊന്നങ്കിളെ ഒന്ന് വിളിച്ചിട്ടൊക്കെ വന്നൂടെ? പെട്ടെന്ന് ഇങ്ങനെ വന്നാൽ ഞങ്ങൾ പേടിക്കുക. നിങ്ങൾ എന്തിനാണ് എന്നെ കണ്ട് പേടിക്കുന്നത്? ഇന്നാ കുടിക്ക്. അയ്യോ, ഈ അങ്കിൾ എന്താ ഇങ്ങനെ? ഓ, വല്ലാത്ത ദാഹിച്ചിരിക്കുവായിരുന്നു. എന്തായാലും ജ്യൂസ് കിട്ടിയത് നന്നായി. കുറച്ച് കുടിച്ചു നോക്കാം. അയ്യേ ചേച്ചി, ഇത് കുടിക്കല്ലേ? ഇത് ചോരയാന്നാ തോന്നുന്നേ. ചോരയോ? അതെ. എന്താ ഇവിടെ കിടന്ന് ഒച്ചയെടുക്കുന്നേ? ഇത് പ്രേതാലയം എന്ന് പറഞ്ഞപ്പോ അമ്മ വിശ്വസിച്ചില്ലല്ലോ. ദേ ജ്യൂസാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കൊണ്ടുവന്നത് ബ്ലഡ്. ബ്ലഡോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അതെ അമ്മേ, ചോര. ഇത് കുടിച്ചു നോക്ക്. എന്തൊക്കെയാ കുട്ടികൾ പറയുന്നത്? ചോരയെന്നോ? എന്തായാലും ഞാൻ ഇച്ചിരി കുടിച്ചു നോക്കട്ടെ. ഹായ്, നല്ല ഒന്നാന്തരം മുന്തിരി ജ്യൂസ്. അതെങ്ങനെയാ? വീട്ടിലെ മുന്തിരി ജ്യൂസോ മാതളം ഉണ്ടാക്കി ഇവർ കുടിക്കില്ലല്ലോ. ഇവർക്ക് അതിന്റെ ഒന്നും ടേസ്റ്റ് അറിയില്ല. എന്നിട്ട് ഇപ്പൊ പറയുന്നു ചോരയാണെന്ന്. ഓ, വേറെ ആരെങ്കിലും കേട്ടെങ്കിൽ ഇപ്പൊ നാണം കിട്ടുപോയേനെ. ചോരയാണെന്ന്. ദൈവമേ മക്കളെ, ഇതാ മുന്തിരി ജ്യൂസിന്റെ ടേസ്റ്റ്. നിങ്ങൾ ഈ ചോക്ലേറ്റ് ഷേക്ക് മാത്രം കഴിച്ചാൽ പോരാ. ഇടയ്ക്ക് ഇങ്ങനെ ജ്യൂസും കുടിക്കണം. ഓ അമ്മേ, അല്ലമ്മേ, ഞാൻ ശരിക്കും പറഞ്ഞതാ. നിങ്ങൾ ആദ്യം വീട് കണ്ടപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പിന്നെ അത് പറഞ്ഞാ പോരെ. ഇങ്ങനെ പറയണേ എന്തിനാ? നിനക്ക് തോന്നിയതായിരിക്കൂടി നീതുമോളെ. എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. നീതുമോളെ, ആ കുണിക്കുമോളെ എടുത്തോണ്ട് വാ.
അത് തന്നെ, നീ അവളെ പോയി വിളിച്ചോണ്ട് വാ. ഇനിയിപ്പോ ഭക്ഷണം കൊടുക്കാതെ കിടന്ന രാത്രി എങ്ങാനും എണീറ്റ് കരഞ്ഞ് എന്ത് ചെയ്യും? ഇത് വീടൊന്നും അല്ലല്ലോ. നീ പോയി അവളെ വിളിച്ചിട്ട് വാ. ശരി, ഞാൻ പോയി അവളെ കൊണ്ടുവരാം. ചോരയാണെന്ന് പോലും ആരും കേക്കണ്ട, നാണക്കേട്. അയ്യോ, കുണിക്ക് കട്ടുമേലില്ലല്ലോ. അവളെ ഇവിടെ ഉറക്കി കിടത്തിന്നല്ലേ അമ്മ പറഞ്ഞത്. അവൾ ഇനി എണീറ്റ് വേറെ എവിടെയെങ്കിലും പോയി കാണൂ. അയ്യോ, ഇതെന്തൊരു കുണിക്കാ കുണിക്കി. അയ്യോ, ഇതെന്താ ഇതിലേതാ എന്റെ കുണിക്കി? എല്ലാവർക്കും ഞാനാ കുടുക്കി. അല്ല